ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെന്താ ചിക്കൻ കുരുമുളക് ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട്, ഒന്ന് വരട്ടിയ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് കറി മുരിങ്ങോളെല്ലാം ഇട്ടിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വറവ് തോരനെല്ലാം എന്ന് പറയും, എന്താ പറയുക, തോരൻ എന്നെല്ലാം പറയും. വറവായിട്ട് ഞാൻ പയർ വറുത്തിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് കിച്ചണിൽ കുറച്ച് ക്ലീനിങ്ങും ബാക്കിയുണ്ട്. ക്ലീനിങ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, കാര്യം വീഡിയോ കൂടുതൽ ലെങ്തി എനിക്ക് പണിയും കൂടിപ്പോവും. റെസിപ്പിയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളാണ് കാണിക്കുക. അതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം മുത്തമാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക ഉണ്ടാകുന്നിട്ടുണ്ടായിന്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കലാണ്. ഇതിൽ 1.5 വർഷം കൊണ്ട് പിടിക്കുന്ന ആ ഒരു ചക്കയില്ലേ, അതാണ്. നല്ല ചെറുതായിരിക്കും കാണാൻ വേണ്ടിക്ക്, പക്ഷെ അടിപൊളി ടേസ്റ്റും. പിന്നെന്താ ഉള്ളിൽ നല്ല യെല്ലോ കളറിലായിട്ട് എന്താ പറയുക ചക്ക എന്തായാലും യെല്ലോ കളർ തന്നെ ഉണ്ടാവല്. എന്നാലും നിങ്ങളിത് കട്ട് ചെയ്തതിനാലും മനസ്സിലാവും, കാണാൻ തന്നെ ഷോല് കഴിക്കാൻ തോന്നില്ല, ഷൊക്ക് വെക്കാൻ തോന്നും. അത്രയും അടിപൊളി എന്നിട്ട് ആ ടേസ്റ്റും അടിപൊളിയാണ്. മാഷാ അല്ലാ, എന്താ പറയുക, മുത്തുമ്മൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് പിടിച്ച ചക്കയാണ്. അപ്പം അങ്ങനെ കൊടുത്തയച്ചതാണ്. അപ്പോൾ ഇതാ ഞാൻ കട്ടാക്കിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണിയും എന്താ പറയുക, ആ ഒരു പണിയും തീരുമല്ലോ. പിന്നെ സാധാ ചക്ക കട്ടാക്കുന്ന പോലെ ഭയങ്കര പണിയില്ല ചക്ക ഒന്നല്ല കേട്ടോ, ഇത് കുഞ്ഞു ചക്ക ആയതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പശ പോലത്തെ സംഭവമില്ല, അതിനെന്താ പറയുക അറിയില്ല. എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും അങ്ങനെ ചക്ക പിടിക്കലൊന്നുമില്ല. ചില സ്ഥലത്തെല്ലാം പിടിക്കും, നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും ചക്ക പിടിക്കലില്ല. പക്ഷേ ആദ്യമായിട്ട് പിടിച്ചേരം ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിന്. കാര്യം ഇത് 1.5 വർഷം കൊണ്ട് പിടിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. മാഷാ അല്ലാ, 1.5 വർഷം കൊണ്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിന്. ഇത് കണ്ടിട്ട് ഞാനും വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്, 1.5 വർഷം കൊണ്ട് പിടിക്കുന്ന ചക്ക എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ പ്ലാവ് വാങ്ങിയിട്ട് വെക്കാനില്ലേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര മടിയാണ്. കാരണം കുറേ ഇല വെക്കൂലേ, അടിച്ചുവാരം പണിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പ്ലാവ് ഒഴിവാക്കിയതാണ്. പിന്നെ ഈ ചക്ക കണ്ടേരം ആ ഒരു തീരുമാനം മാറ്റിയിട്ട് ചക്കൻ്റെ ഒരു എന്താ പറയുക, പ്ലാവ് ഒന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് റംബൂട്ടാൻ എന്ന് പറഞ്ഞിട്ടില്ലേ, സോറി ഏട്ടാ മാറിപ്പോയതാണ്. അധികം സംസാരിക്കുമ്പം അന്നേരം എന്താ പറയുക, ഞാൻ അധികം മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് എന്നെല്ലാം മാറിപ്പോക്കുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയും, സ്പീഡിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങ് പോകുന്നതാണ്. എൻ്റെ വോയിസ് ഓവർ കൊടുക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ വന്നിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്, അപ്പോൾ പറയുമ്പോൾ മാറിപ്പോകുന്നതാണ്. പിന്നെന്താ, ചക്കൻ്റെ ഈ ഒരു സംഭവമെല്ലാം കളഞ്ഞെടുക്കലാണ്, എന്നിട്ട് ഇത് ബോക്സിലാക്കി വെക്കലാണ്. നമ്മൾ റമദാൻ്റെ ടൈമിലല്ലേ ഫ്രൂട്ട്സെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിരിക്കും. നമുക്കിങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു നോമ്പുറിക്കാൻ പോകുന്ന ടൈമിൽ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ വലിച്ചു വാരിയ അവസ്ഥ ഉണ്ടാവില്ലേ, അതുണ്ടാവില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ടാക്കിയിട്ട് നേരത്തെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും. കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ഇതുപോലത്തെ ഒരുപാട് പ്രിപ്പറേഷൻ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും കണ്ടു നോക്കട്ടോ. ഇർഫാന ഷംഷീർ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കഴിഞ്ഞ റമദാൻ ഷോപ്പിംഗ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാ ഷോപ്പിംഗ് വീഡിയോ എല്ലാം ആയിട്ട് വരാം. ഇനിയിപ്പോൾ ഇതാ എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് 4 സൽവാർ എന്താ പറയുക സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാര്യം നമ്മൾ ചിലത് ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പായി പോക്കില്ലേ, നല്ല ക്ലോത്ത് ആയിരിക്കില്ല, പറ്റിപ്പോക്കുണ്ട് അധികം. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, മാഷാ അല്ലാ അടിപൊളിയാണ്. നേരിട്ട് കാണാൻ ഇതിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലെല്ലാം ഒന്ന് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുക്കാം. എന്തായാലും ചെക്ക് ചെയ്തോ, വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും. ഈ ഒരു ഇതിനെല്ലാം നിങ്ങൾക്ക് ഇങ്ങനത്തെ സൽവാറെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ. ഈ ഒരു ബ്ലാക്കെല്ലാം കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ വേണ്ടിക്ക് നമ്മളിങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ചിലപ്പം പറ്റിപ്പോക്കില്ലേ, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. പിന്നെ ഞാൻ അധികം കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടലില്ലേ, ചിലതെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞിട്ട് വിഷമോന്നിത്ത ഹെൽപ്പ് ചെയ്യോ, കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കയറും, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഹെൽപ്പിന് വേണ്ടിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴേ ക്വാളിറ്റി ഇല്ലതാണോ അല്ല കുറഞ്ഞതാണോ, നമ്മൾ എത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്ന അത്ര ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടും. റേറ്റ് കുറച്ച് കൂടിയാലും നല്ല ക്വാളിറ്റിയിൽ അത് ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ ഉത്തരവാദിത്വമാണ് കേട്ടോ, ചെക്ക് ചെയ്യുക ചോദിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ നല്ല പേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും, അടിപൊളിയാണ്. എന്താ പറയുക, ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല ക്ലോത്തും നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. മാഷാ അല്ലാ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വാഷിംഗ് ലിക്വിഡ് റെഡിയാക്കലാണ്. ഇത് ഞാൻ വാങ്ങിയവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഈ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ട് നമുക്കില്ലേ ഒരു 10 ബോട്ടിലോളം വാഷിംഗ് ലിക്വിഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ, ചെറിയ റേറ്റിൽ. കാര്യം നമ്മൾ സാധാ വാഷിംഗ് ലിക്വിഡെല്ലാം പുറത്തുനിന്ന് വാങ്ങും, നല്ല വില കൊടുക്കേണ്ടി വരൂലേ. ഇതങ്ങനെയല്ല, നമുക്ക് ചെറിയ റേറ്റിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. വാഷിംഗ് ലിക്വിഡ് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വാഷിംഗ് ലിക്വിഡ് മാത്രമല്ല കേട്ടോ, പാത്രം കഴുകുന്ന ലിക്വിഡ്, പിന്നെന്താ കംഫർട്ട്, ഹാൻഡ് വാഷ് എല്ലാം ഉണ്ടാക്കുന്നത് ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 6 മാസം അല്ലാന്നുണ്ടെങ്കിൽ 1 വർഷം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ പാടാണ്. നാളെ ആകുമ്പം കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും കേട്ടോ. ഇൻഷാല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വിൽക്കാനാണെങ്കിൽ അങ്ങനെയും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡറും എന്താ പറയുക ജീരകപ്പൊടി, അങ്ങനത്തെ പൊടികളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്കാൻ, റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്കാൻ. ഇത് ഞാൻ വാങ്ങിയതില്ലേ, ഞാൻ മൂന്നാറിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ തേയിലത്തോട്ടത്തിൽ, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം വാങ്ങിയിട്ട് 2 മാസം എങ്ങാനും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ചെറുതായിട്ടൊരു പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, ഇതിനെല്ലാം ചെറുതായിട്ട് പൊടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം, വെയിലത്ത് ഉണക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ ഇത് കട്ടാക്കിയിട്ട് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കലാണ്. അധികം പൊടിയുള്ളത് ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കലാണ്. ഞാനിങ്ങനെ സ്പൈസസ് ഒന്നും അധികം കഴുകാൻ നിൽക്കലില്ല. കാര്യം അവർ എന്താ പറയുക, കഴുകിയിട്ട് ഉണക്കിയിട്ടെല്ലാം തന്നെയല്ലേ നമുക്ക് തരുന്നത്. അധിക സ്ഥലത്തൊന്നും അങ്ങനെയാണ്, ചില സ്ഥലത്തുനിന്ന് മാത്രമൊന്ന് അങ്ങനെ കഴുകാണ്ടെല്ലാം തരുന്നുള്ളൂ. അപ്പം ഞാനിതാ ഒന്ന് ഈ ഒരു നല്ലോണം പൊടി പിടിച്ചതില്ലേ ഒന്ന് കഴുകിയെടുക്കലാണ്. അപ്പം നല്ലോണം മഞ്ഞ കളറായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കാര്യം ഞാൻ കുറേ നാളായി ഇത് അങ്ങനെ എന്നെ വെച്ചിട്ട്. അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും അത് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കറാമ്പ്, പട്ട, ഏലക്ക അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാനിതാ ചൂടാക്കലാണ്. പിന്നെ എനിക്ക് ഗരം മസാല പൗഡർ റെഡിയാക്കാൻ വേണ്ടിക്ക് അങ്ങനെ 1 ടേബിൾ സ്പൂൺ പോലെ അങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ഗരം മസാല പൗഡർ എന്ന് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 8-10 പട്ട എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കറാമ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉണ്ട സാധനമില്ല, അതിൻ്റെ പേര് എനിക്കറിയില്ല സത്യം, ജാതിക്ക അറിയാം, ജാതിക്ക എടുത്തിട്ടുണ്ട്. അത് 3 എണ്ണം വേണം കേട്ടോ, എൻ്റെ കയ്യിൽ 2 എണ്ണേ ഉണ്ടായിച്ചുള്ളൂ. പിന്നെ ഇത് ഏലക്ക 2 ടേബിൾ സ്പൂൺ വേണം. ജീരകം 1 ടേബിൾ സ്പൂണ്, വലിയ ജീരകമില്ലേ 1 ടേബിൾ സ്പൂണിലും കുറച്ച് കൂടുതൽ, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണിലും കുറച്ച് കുറവ്. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതാ സാധാ ബിരിയാണിയിലെല്ലാം ഇടാനുള്ള ഓൾ സ്പൈസസ് ആയിട്ട് അത് വേറെ തന്നെ ഒരു ബോക്സിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാര്യം കുറേ നാളായില്ലേ വാങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഗരം മസാലക്ക് വേണ്ടിക്ക് ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കലാണ്. ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏലക്ക കുറച്ച് കൂടുതൽ വേണം, 2 ടേബിൾ സ്പൂൺ വേണം. നമ്മൾ കറാമ്പ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ, ഏലക്ക 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. ബാക്കിയുള്ളത് ഞാനിതാ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കലാണ്. നല്ലൊരു സ്മെല്ല് വരൂലേ, ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ കണ്ടൻ്റ് എല്ലാം ഇറങ്ങി വന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഇതാ ബേ ലീഫില്ലേ അതും എടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ, ചൂടെല്ലാം ആറിക്കഴിഞ്ഞാൽ ബോക്സിലാക്കി വെക്കാനാണ്. ബിരിയാണിയിലെല്ലാം സ്പൈസസ് ആയിട്ട് അങ്ങനെ മുതും എന്നാ നമ്മൾ പറയൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. മറ്റേത് ഞാനിങ്ങനെ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്, വെയിലത്ത് ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായിട്ട് വന്ന ശേഷം ഞാൻ ഇതൊന്ന് തണിയാൻ വേണ്ടിക്ക് ഈ ഒരു തടുപ്പയിലിട്ട് കൊടുക്കലാണ്. തണിന് കഴിഞ്ഞിട്ട് മാത്രം ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ വെക്കലാണ്. ഇത് ഞാൻ അന്നേ മൂന്നാറിന്ന് വാങ്ങിയതാണ്. ഞാൻ പിന്നെ അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചതാണ്. ചെറുതായിട്ട് പൊടിയെല്ലാം. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് ശരിയാക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, പൊടിയാക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുരുമുളക് എന്താ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതാ ഇതുപോലെ കയ്യിൽ പിടിക്കുന്നുണ്ട്, അതും വേണം കേട്ടോ. നമ്മൾ ഗരം മസാല പൗഡർ റെഡിയാക്കുമ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കലാണ്. നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത് എന്താ പറയുക ഏലക്ക മാത്രം, ബാക്കിയെല്ലാം 1 ടേബിൾ സ്പൂൺ മതി. ഏലക്ക 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ബിരിയാണി, സ്നാക്സ്, പിന്നെന്താ എല്ലാത്തിനും പുറത്തുനിന്ന് നമുക്ക് ഗരം മസാല പൗഡറോ ചിക്കൻ മസാല പൗഡറോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പൊടി മതി.
അടിപൊളി ടേസ്റ്റിയാണ്. നമ്മൾ ബിരിയാണിയിൽ ഉണ്ടാക്കിയാലില്ലേ 2-3 വീട് കഴിഞ്ഞാലും ആ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഒരു സ്മെല്ലടിക്കും. അത്രയും അടിപൊളി ഗരം മസാല പൗഡറാണ് കേട്ടോ. ഞാൻ 1 വർഷം 2 വർഷമായി ഇതിട്ടിട്ട്. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കളിയാക്കും, ഞാൻ അത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി ഈ ഒരു ഗരം മസാല പൗഡറിനെ പറ്റിയിട്ട്. അത്ര അടിപൊളിയായതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്നതിലും സ്പെഷ്യൽ ഒരു മണം ഉണ്ടാവും. കല്യാണ വീട്ടിലെല്ലാം ഒരു ബിരിയാണീൻ്റെ മണം ഉണ്ടാവും. അധികം വീട്ടിൽ ബിരിയാണിയെല്ലാം വെച്ചാൽ 2-3 വീട് മുമ്പേ റോട്ടിലെല്ലാം മണക്കും ബിരിയാണി, അത്രയും സ്മെല്ലാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ആ സ്നാക്സിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അര ടീസ്പൂൺ മതി കേട്ടോ. എല്ലാത്തിനും വേറെ ഒരു പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ക്ലീനിങ് വ്ളോഗൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിന്നോട് മുണ്ടൂല ഇറഫു എന്നെല്ലാം പറഞ്ഞിട്ട്. സോറി, ഞാൻ ഓരോരോ ദിവസമായിട്ടാണ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായി. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓരോരോ ദിവസമായിട്ട് ഓരോരോ ഭാഗങ്ങൾ ക്ലീനാക്കി. ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിഞ്ഞ റമദാൻ ഡീപ്പ് ക്ലീനിങ് വ്ളോഗിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. സെയിം കാണിച്ചത് തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്തതാണ്, സോറി. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ജീരകവും കാര്യങ്ങളെല്ലാം എടുക്കലാണ്. ജീരകിൽ 1 ടേബിൾ സ്പൂൺ വേണ്ട, 1 ടേബിൾ സ്പൂണിൽ കുറച്ച് കുറവ് മതി കേട്ടോ. ചെറിയ ജീരകം നല്ലോണം മണക്കൂലേ, ഒരു ബാഡ് സ്മെല്ലായിരിക്കും കൂടുതൽ ആവുമ്പം. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണും കുറച്ച് മാത്രം മതി കേട്ടോ. വലിയ ജീരകം എടുക്കുമ്പം, വലിയ ജീരകം എന്ന് പറയുമ്പം ആ ഒരു പെരുംജീരകയില്ലേ, പെരുംജീരകം എടുക്കുമ്പം എന്താ പറയുക, 1 ടേബിൾ സ്പൂണിലും കുറച്ചധികം എടുക്കണം. അതൊരു നല്ലൊരു സ്മെല്ലെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇതാ ചെറിയ ജീരകം ഞാൻ ആ ഒരു ഗരം മസാലക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ കുരുമുളക് ഒന്ന് തണിഞ്ഞ് ചൂടെല്ലാറി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോലാണ് കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് എന്താ പറയുക, അഗാരോ എന്ന് അയച്ചു തന്ന ഫുഡ് പ്രോസസ്സറാണ്, അടിപൊളിയാണ് കേട്ടോ. അഗാരോൻ്റെ എല്ലാ പ്രോഡക്റ്റും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി, നിനക്ക് മാത്രം എന്താ ഇത്രയും, മില്യണേഴ്സിന് പോലും ഇത്രയും പ്രൊഡക്റ്റ് വരുന്നില്ലല്ലോ, നിനക്ക് മാത്രം എന്താ വരുന്നതെന്ന്. അപ്പോൾ എനിക്കത് അറിയില്ല കേട്ടോ. കാര്യം അവർക്ക് എൻ്റെ ചാനലിൽ അവരുടെ പ്രൊഡക്റ്റ് കാണിക്കണം തോന്നിയോണ്ടായിരിക്കും എനിക്ക് അയച്ചിരുന്നത്. അതിന് എനിക്കൊരു ഉത്തരവും പറയാനില്ല. സോറി, കമൻറ്റ് ചെയ്തവർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം അഗാരോ എന്ന് അയച്ചു തന്നതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഞാനില്ലേ അധികം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഫുഡ് പ്രോസസ്സർ ഞാൻ എല്ലാം യൂസ് ചെയ്ത് നോക്കി. ഉള്ളി കട്ട് ചെയ്യാൻ എല്ലാ വെജീസും കാര്യങ്ങളും, പിന്നെ ബീഫ്, കീമ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വാങ്ങുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവിടെ എന്താ പറയുക ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതെനിക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. കുരുമുളകല്ലേ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ബാക്കിയെല്ലാം ഞാൻ നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കലുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ് ജാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 വർഷമായി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഇല്ല ഇങ്ങനത്തെ സ്പൈസസും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിക്ക് ഗ്ലാസ് ജാറ് യൂസ് ചെയ്യലാണ് കേട്ടോ നല്ലത്. എൻ്റെ എല്ലാ വ്ളോഗ്സിലും നിങ്ങൾ കാണുന്നതാണ്. ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റമദാൻ്റെ ടൈം പ്ലാസ്റ്റിക് കണ്ടെയ്നറും കാര്യങ്ങളും വാങ്ങുകയാണെങ്കിൽ കൂടെയും മാറ്റേണ്ടി വരൂലേ. ഇതെനിക്ക് ഇത്രയും കാലമായിട്ട് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടുമില്ല, മാഷാഅല്ലാ, മാറ്റേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നെ കുരുമുളക് മുഴുവനായിട്ട് വേണ്ടത് ഒരു ജാറിലാക്കിയിട്ടുണ്ട്. പിന്നെ ക്രഷ് ചെയ്തതും വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് എനിക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. മിക്സിയും കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നത് മാത്രമൊന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. ഒരുപാട് പേര് അവരുടെ പ്രൊഡക്റ്റ് അയച്ചു തരട്ടോ, വീഡിയോയിൽ കാണിക്കുമെന്നെല്ലാം ചോദിച്ചിട്ട് എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് അവർ പ്രൊഡക്റ്റ് അയച്ചു തരും. എക്സ്ട്രാ പൈസയും തരാമെന്ന് പറയും. പക്ഷേ നമുക്ക് അത് യൂസ് ഉണ്ടോ, എല്ലാം മറ്റുള്ളവർക്ക് അത് വാങ്ങിക്കാൻ അവരുടെ പൈസ നഷ്ടമാവോ എല്ലാം ഞാൻ നോക്കിയിട്ട് ഓരോരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഷെയർ ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ അഗാരോൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഓരോ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ട്, നമുക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിഷ്ടം തോന്നുമോ, എന്താ പറയുക, ഒരിഷ്ടം തോന്നൂലേ, അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഫുഡ് പ്രോസസ്സറും അതുപോലെ തന്നെയാണ്. എനിക്കിഷ്ടമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്.
അപ്പോൾ ഇതാ ഞാൻ ചെറിയ ജീരകം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അറിയില്ല, എനിക്ക് 1 lakh ആയിട്ടും പ്ലേ ബട്ടൺ ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയത് അന്നേരം 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവും. അതായത് എനിക്ക് എൻ്റെ പഴയ വീട്ടിൽ നിന്നാണ്. അപ്പം എൻ്റെ പാസ്പോർട്ടിൻ്റെയും പാൻ കാർഡിൻ്റെയും എല്ലാത്തിൻ്റെയും അഡ്രസ്സ് പഴയ വീട്ടിൻ്റെതാണ്. പഴയ വീടെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ. ഞാൻ ഇവിടെ വന്നിട്ടില്ലേ, എൻ്റെ വീട്ടിൽ പുതിയ വീട്ടിൽ എന്താ പറയുക, എൻ്റെ ഈ ഒരു ഇപ്പം ഞാൻ കാണിക്കുന്ന വീട്ടിൽ അഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. പാസ്പോർട്ടായാലും റേഷൻ കാർഡായാലും ഒന്നും ഞാൻ ഇതുവരെ അഡ്രസ്സ് മാറ്റിയിട്ടില്ല. അപ്പം എനിക്ക് എന്താ പറയുക 1 lakh ആയിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കൂലേ പ്ലേ ബട്ടണിന് വേണ്ടിക്ക്, അങ്ങനെ അഡ്രസ്സ് കൊടുത്തത് ഞാൻ ഇവിടുത്തെ അഡ്രസ്സാണ്, ഇക്കാൻ്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അഡ്രസ്സും മാറിപ്പോയി. ബാംഗ്ലൂർ എയർപോർട്ടിൽ എൻ്റെ പ്ലേ ബട്ടൺ എത്തിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 അഡ്രസ്സും ഒരുപോലെ ആയിരിക്കണം. അപ്പം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ ആ ഒരു അഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പ്ലേ ബട്ടൺ കിട്ടിയാൽ കാണിക്കട്ടാ. എന്നോട് 2-3 ആൾക്കാർ ചോദിക്കും, എന്താ പ്ലേ ബട്ടൺ ഇതുവരെ കിട്ടാതെ, കാണിച്ചിട്ടില്ലല്ലോ ഇർഫാൻ താത്ത. സംഭവം ഇതാണ്, ഞാൻ അധികം പറയണമെന്ന് വിചാരിക്കും വീഡിയോയിൽ. അഡ്രസ്സ് ഒരുപോലെ അല്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അഡ്രസ്സെല്ലാം മാറിയിട്ട്, സത്യം പറഞ്ഞാൽ ഇക്കാക്കും എനിക്ക് ഒരുമിച്ച് പോയി കഴിഞ്ഞാലല്ലേ എല്ലാത്തിൻ്റെ അഡ്രസ്സെല്ലാം മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അക്ഷയയിലെല്ലാം പോയിട്ട് മാറ്റാമെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഇക്കാക്ക് ഉണ്ടാവില്ല, ഇക്കാക്ക് ടൈം ഉണ്ടാകുമ്പോൾ എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ കുറേ നീണ്ടുപോയി. ഇപ്പം വീടെടുത്തിട്ട് തന്നെ 3 വർഷമായി. ഇതുവരെ എന്താ പറയുക റേഷൻ കാർഡിൻ്റെ അഡ്രസ്സും ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക പ്ലേ ബട്ടൺ കിട്ടിയാൽ കാണിക്കട്ടെ. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാം ചെയ്യുമ്പം ഭയങ്കര പ്രശസ്തി, ആ പ്ലേ ബട്ടൺ എല്ലാം ചില ആൾക്കാർക്ക് അതെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഭയങ്കര ഹാപ്പി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്നെ ഒരുപാട് അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വിളിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലായാലും ടീം ഇൻ്റർവെല്ലിൻ്റെ, പിന്നെ വേറെ ഏതോ ഒരു ടീം, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, അങ്ങനെയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും പോയിട്ടില്ല. പോകാനെല്ലാം മടി കൊണ്ടും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പം നമുക്കൊരു ചമ്മലല്ലേ. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാനിപ്പം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന പോലെയല്ല, ആൾക്കാരെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. റൂമിൻ്റെ ഉള്ളിലാവുമ്പോൾ ആരും കാണൂലല്ലോ, അങ്ങനെ വോയിസ് ഇങ്ങനെ നമുക്ക് സംസാരിച്ചിട്ട് പോവാം. പക്ഷേ ഒരാളെ മുമ്പ് നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ നല്ല സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം ഞാൻ ഒഴിവാക്കലാണ്. നല്ല ധൈര്യമില്ലാക്കല്ലേ അതെല്ലാം പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്ലേ ബട്ടൻ്റെ കാര്യം. ഞാനതും ഭയങ്കരമായിട്ട് മനസ്സിൽ കൊടുക്കുന്ന ആളല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും നാൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാത്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും. പിന്നെയും അക്ഷയയിൽ പോകണ അഡ്രസ്സ് മാറ്റണമെന്നെല്ലാം ചിന്തിക്കും. പിന്നെയും വിചാരിക്കും, പിന്നെ ഓരോരോ തിരക്കാവും. പിന്നെ ഇൻഷാ അല്ലാ അഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞിട്ട് പ്ലേ ബട്ടൺ കാണിക്കാം. അത്ര തന്നെ. ഇനിയിപ്പോൾ ഈ സ്പൈസസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ ഗരം മസാല പൗഡറിൻ്റെ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഏലക്ക 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, വലിയ ജീരകം 1 ടേബിൾ സ്പൂണിലും കൂടുതൽ, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണിലും കുറവ്. പിന്നെ ഈ ഒരു സംഭവമില്ലേ, അത് 3 എണ്ണം വേണം. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താ, പട്ട 8 പട്ടവളം എടുക്കുക, ആ ഒരു സൈസിൽ. കറാമ്പൂ 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ എന്താ പറയുക, ഉലുവയും കൂടി വേണം. ഉലുവയും കൂടി ആകുമ്പോഴാണ് ഈ ഒരു ഗരം മസാല പൊടിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഉലുവയും 1 ടേബിൾ സ്പൂൺ തന്നെയാണ്. അപ്പോൾ ഞാനിതെല്ലാം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാടായി. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ, ഉലുവ ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഉലുവ അങ്ങനെ തന്നെ കുപ്പിയിലിട്ട് കൊടുക്കലാണ്. 1 ടേബിൾ സ്പൂൺ അങ്ങനെ കയ്യിൽ മാറ്റിയിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയിട്ട് വേണം പൊടിക്കാൻ വേണ്ടിക്ക്. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഗരം മസാല പൗഡറെല്ലാം ഒരു 2 മാസത്തിൽ കൂടുതൽ അങ്ങനെ പൊടിച്ച് വെക്കണ്ട, ആവശ്യത്തിന് മാത്രം പൊടിച്ച് വെച്ചാൽ മതി. ആ ഒരു നല്ലൊരു സ്മെല്ല് കുറയൂലേ. അഥവാ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല പൗഡർ ഉണ്ടെങ്കിലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഓയിൽ കണ്ടൻ്റ് എല്ലാം പുറത്തിറങ്ങിയിട്ട് ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറേ നാൾ പൊടിച്ച് വെച്ച ഗരം മസാല പൗഡർ കളയേണ്ട ആവശ്യമൊന്നുമില്ല, മണമില്ല എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നോളും. ഇനിയിപ്പോൾ ഇതും എന്താ പറയുക ഗ്ലാസ് ജാറിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. ഇതെല്ലാം നല്ല യൂസാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ജാറെല്ലാം എത്ര വർഷം യൂസ് ചെയ്തതിനാലും പോവില്ല. പിന്നെ എന്നോട് അധികം കമൻറ്റ് ചോദിക്കുന്നുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു, പാത്രങ്ങളുടെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡായിട്ട്. ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം മടുപ്പ് വരുമെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തതാണ് കേട്ടോ. എന്താ പറയുക, ആ വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. കുർക്കുമാസമാണ് അധികം ഞാൻ വാങ്ങൽ. കുർക്കുമാസം അല്ലാന്നുണ്ടെങ്കിൽ ഹോം മേക്കർ, അത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
പിന്നെ ഗ്ലാസ് ജാറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തു. ഇതെല്ലാം 3 വർഷമായി 3-4 വർഷം അങ്ങാനും ആനായി എൻ്റെ കുടിയിൽ കൂടിയിട്ട്. അന്നേരമുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. കഴിഞ്ഞ റമദാൻ വ്ളോഗിലെല്ലാം ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതാ മുളക് പൊടി ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് പൊടിക്കുന്നുണ്ട്, ഒരു കാക്ക പൊടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയ. എന്താ പറയുക, സാധാരണ മുളക് കഴുകി ഉണക്കിയിട്ട് അങ്ങനെ പൊടിക്കലാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ പൊടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് വാങ്ങിയ. നല്ലോണം അടിപൊളിയായിട്ട് കഴുകി നല്ല വെയിലത്ത് ഉണക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് കണ്ടേരം അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മുളകും മല്ലി മിക്സാക്കിയതും ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ എല്ലാം ആക്കാൻ വേണ്ടിക്ക് സാധാ മുളക് പൊടി ഉണ്ടാവില്ലേ, പ്ലെയിൻ ആയിട്ടുള്ള മുളക്, അതും അങ്ങനെ ബോട്ടിലാക്കി വെക്കലാണ്. അപ്പോൾ ഈ ഒരു പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ തന്നെ റമദാൻ്റെ ഏകദേശം പണികളെല്ലാം തീരും. കബോർഡും കാര്യങ്ങളും, കിച്ചൺ കബോർഡും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കിയിട്ടാണ്. വീഡിയോയിൽ എടുക്കാൻ നിന്നതിനാൽ എൻ്റെ പണി നടക്കില്ല, ഒരുപാട് ടൈം അതിന് തന്നെ വേണ്ടി വരും. നമ്മൾ വിചാരിക്കും വീട്ടിൽ നിന്ന് ചെയ്യുന്ന വർക്കല്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ് എല്ലാം കാണിക്കുമ്പം ഡബിൾ അതിൽ എക്സ്ട്രാ പണി കൂടിയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യം ക്ലീനിങ് ഒന്നും വേണ്ട, ഒഴിവാക്കാമെന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പിയും കാര്യങ്ങളും വ്ളോഗും കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെ വരാം. അപ്പോൾ ഇതാ സൈഡിലുള്ള പൊടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് നമ്മളിൽ എപ്പോഴും ബോട്ടിലൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ പൊടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇതിപ്പം ഞാനില്ലേ ആ ഒരു പൊടിയെല്ലാം കളയുന്ന തംബ്നെയിലിന് വേണ്ടിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീറ്റായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ തുടക്കും കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിച്ചൻ്റെ കബോർഡും കാര്യങ്ങളെല്ലാം ക്ലീനാക്കി നല്ലൊരു പേപ്പറും കാര്യങ്ങളെല്ലാം വിരിച്ചു കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇതാ ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ കിച്ചൺ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ പണികൾ ചെയ്യാൻ വേണ്ടിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം അലങ്കോല. ഓരോരോ സെക്ഷനാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ഞാൻ ഇതിൻ്റെ ടിപ്പും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരോ ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ പകുതി നമുക്ക് ആശ്വാസമായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കുറച്ച് ബ്രെഡ് ഉണ്ട്, ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് റസ്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓവൻ്റെ ട്രൈ ഉണ്ടാവില്ലേ അതിലിങ്ങനെ വെച്ച് കൊടുക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാനിൽ ലൈറ്റ് ചൂടാക്കിയിട്ട് ഓഫ് ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ബ്രെഡ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വേണ്ടിക്ക് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അതങ്ങനെ വെച്ച് അധികം ഞാൻ 2 ബ്രെഡും കാര്യങ്ങളും ഒന്നും വാങ്ങാൻ നിൽക്കലില്ല. കാരണം ഈ റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ച് വാങ്ങും, പക്ഷെ അത് ചെയ്യാണ്ട് അതിങ്ങനെ ഡേറ്റ് കഴിയുന്നവരേ വെക്കും. ലാസ്റ്റ് ഡേറ്റ് ചെയ്യാനോ വന്ന ടൈമായിരിക്കും അതും യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് 2 ഒന്നും വാങ്ങില്ല. പിന്നെ ഈ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗെല്ലാം ചെയ്തിട്ടില്ലേ, അപ്പം വാങ്ങി വെച്ചതാണ്. പിന്നെ ഡേറ്റ് കഴിയാനായിരം വിചാരിച്ചു വേഗം റസ്കാക്കി വെക്കാം. 2 അങ്ങനെ തന്നെ കളയേണ്ട വരില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റസ്കാക്കിയിട്ട് ഞാനിതാ പൊടിച്ച് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എന്താ പറയുക സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ബ്രെഡെല്ലാം ഡേറ്റ് ചെയ്യാനായിനെങ്കിൽ നമുക്ക് കളയേണ്ട ആവശ്യം വരില്ല കേട്ടോ, ഇങ്ങനെ പൊടിച്ചെടുക്കാം. പിന്നെന്താ, ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ടിടാം. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഓരോന്നും ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.